ധനുഷ് ഏറ്റവും മര്യാദയില്ലാത്ത താരം, നേരിട്ടത് കടുത്ത അപമാനം. മാധ്യമപ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ വൈറലാകുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. തമിഴ് സിനിമാ രംഗത്ത് ഇന്നുള്ളതിൽ ഏറ്റവും കഴിവുറ്റ നടന്മാരിൽ ഒരാളാണ് ധനുഷ്. മികച്ച നടനുള്ള 2 ദേശീയ അവാർഡുകൾ ഉൾപ്പെടെ തന്റെ അഭിനയ തികവും കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പും കൊണ്ട് ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ താരം ഹോളിവുഡിൽ വരെ എത്തി നിൽക്കുകയാണ് ഇന്ന്. എന്നാൽ ധനുഷിന്റെ വ്യക്തിജീവിതം എടുത്താൽ അത്ര സുഖകരമല്ല കാര്യങ്ങൾ. റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ കുറച്ചു മാത്രം സുഹൃത്തുക്കളുള്ള, അധികം ആരോടും നല്ല ബന്ധം സൂക്ഷിക്കാത്ത നടനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളുണ്ട്. അടുത്തിടെ മുംബൈയിലെത്തിയ പ്രശസ്ത മാധ്യമപ്രവർത്തകനായ നയൻദീപ് രക്ഷിത് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ധനുഷ് ആരാധകരെയും സിനിമാ പ്രേമികളെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. ദേശീയ അവാർഡ് ജേതാവായ നടനുമായി അഭിമുഖം നടത്താൻ എത്തിയ തനിക്ക് നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ നയൻദീപ് ദി മോസ്റ്റോർ മോത്ത് ഷോ എന്ന പോസ്റ്റ്കാർഡിൽ വെളിപ്പെടുത്തിയിരുന്നു. ധനുഷ് തന്നോട് മാത്രമല്ല ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരോടും വളരെ അപമര്യാദയായിട്ടാണ് പെരുമാറിയത് എന്ന് മാധ്യമപ്രവർത്തകൻ വെളിപ്പെടുത്തി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. വേലയില്ല പട്ടധാരി 2 എന്ന സിനിമയുടെ മുംബൈ പ്രൊമോഷൻ പരിപാടികൾക്കിടയിലാണ് ഈ സംഭവം അരങ്ങേറിയത് എന്ന് നയൻദീപ് വെളിപ്പെടുത്തി. ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ചുള്ള അഭിമുഖം 15 മിനിറ്റ് നേരത്തേക്കാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വെറും 3 മിനിറ്റ് മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂവെന്നും പ്രശസ്ത തമിഴ് സിനിമാ താരം ഞാൻ ചോദിച്ച 10 ചോദ്യങ്ങളിൽ ഒന്നിന് പോലും ശരിയായ ഉത്തരം നൽകാൻ വിസമ്മതിച്ചതായും പ്രശസ്ത ജേർണലിസ്റ്റ് വെളിപ്പെടുത്തി. ആ സിനിമയിൽ ബോളിവുഡ് താരം കജോളിനൊപ്പം അഭിനയിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് നീ ഇതൊക്കെ അവരോട് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടൻ ഒഴിഞ്ഞുമാറിയെന്നും സംഭാഷണത്തിനിടെ ജ്യൂസ് നൽകിയ ഒരു സ്റ്റാഫ് അംഗത്തോട് വളരെ പരുഷമായി പ്രതികരിച്ചുവെന്നും നയൻദീപ് രക്ഷിത് അവകാശപ്പെട്ടു. അതിനു മുമ്പ് സംഭവിച്ച എന്തെങ്കിലും കാര്യം കൊണ്ട് അദ്ദേഹം അസ്വസ്ഥനായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ജ്യൂസ് വിളമ്പാൻ വന്ന ആളോട് അദ്ദേഹം സംസാരിച്ച രീതി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, നയൻദീപ് പങ്കുവച്ചു. നിങ്ങൾ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് തോന്നാം. നിങ്ങൾ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. പക്ഷെ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ഗുണം കാണിക്കേണ്ടത് സാമൂഹികമായി നിങ്ങളെക്കാൾ താഴെ നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനാലാണ്. ഞാൻ ആ ജ്യൂസി കൊണ്ടുവന്ന വ്യക്തി, PR ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ മാനേജർ, അങ്ങനെയുള്ളവരോട് മാധ്യമപ്രവർത്തകൻ പറഞ്ഞു. തന്നെ പരിചയപ്പെടുത്തിയ PR മാനേജരോട് ഇയാളാണോ നന്നായി ഇന്റർവ്യൂ ചെയ്യുന്നത് എന്ന് നീ പറഞ്ഞ ആൾ എന്ന് ധനുഷ് പരിഹാസത്തോടെ ചോദിച്ചതായും നയൻദീപ് ഓർത്തെടുത്തു. ഇതാദ്യമായല്ല ധനുഷിനെതിരെ പരസ്യമായ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. മുൻപ് പ്രശസ്ത നടി നയൻതാര നടനെതിരെ ഒരു തുറന്ന കത്ത് എഴുതി നടനിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങൾ വിവരിച്ചിരുന്നു. അടുത്തിടെ നടനൊപ്പം തിരുച്ചിത്രമ്പലം, ഇഡ്ഡലി കടൈ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച നിത്യ മേനോൻ ധനുഷിന്റെ പേരെടുത്ത് പറയാതെ ചിലത് വെളിപ്പെടുത്തിയതായിരുന്നു. സ്റ്റേജിൽ എത്തുമ്പോൾ അമിത വിനയം കാണിക്കുന്ന പലരും യഥാർത്ഥ ജീവിതത്തിൽ മറ്റൊരു മുഖം ഉള്ളവരാണ് എന്നാണ് അന്ന് നിത്യ വെളിപ്പെടുത്തിയത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.